ഇന്ന് ഞാൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. എന്താണ് കാര്യം എന്നല്ലേ? പലപ്പോഴായിട്ട് ഞാൻ തളർന്നു പോകുന്ന സമയത്ത് ഞാൻ മനസ്സിൽ മുറുകെ പിടിക്കുന്ന ഒരു ആയത്തുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. പടച്ചവനോട് വന്നിട്ട് പറയാണ്, ഈ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്റെ കൂടെ ഞാനില്ലേ? എന്നോട് ചോദിച്ചത് മാത്രം തരാനല്ല, നീ ചോദിക്കുമ്പോൾ അതിൽ കൂടുതൽ തരാനാണ് എനിക്കിഷ്ടം. ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഭാര്യനോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഓള് കാണാതെ മുസല്ലയിൽ കുത്തിരുന്ന് ഞാൻ കരയുന്ന സമയത്ത് എൻ്റെ കരച്ചിൽ കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ വാരി പുണർന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇക്കാക്ക 5 നേരവും പടച്ചവനോട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ കാര്യം. പടച്ചവൻ വീണ്ടും വീണ്ടും നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലേ അതിലെന്തെങ്കിലും ഒരു ഹൈറ് കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുള്ളു. ഒരു ദിവസം രാത്രി എൻ്റെ കൂടെ ഉറങ്ങിയ ആളെ പെട്ടെന്ന് കാണണ്ടായപ്പോൾ തൊട്ടടുത്തുള്ള റൂം ഞാൻ തുറന്നു നോക്കി. ആ റൂം തുറന്നു നോക്കിയ സമയത്ത് മുസല്ലയിൽ കിടന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട് ആള്. ഞാൻ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഈ എന്താണ് മുസല്ലയിൽ വന്ന് കിടക്കുന്നത്? അല്ലേക്കാ, നിങ്ങളെ പ്രയാസങ്ങൾ മാറാന് പടച്ചോനോട് പറഞ്ഞ് ഞാൻ കരഞ്ഞു ഉറങ്ങിപ്പോയതാന്ന് പറഞ്ഞു. ഞാൻ ഓളെ മാറോട് ചേർത്ത് പിടിച്ചിട്ടേ ഓളെ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല. മഹറടക്കം ഞാൻ മറ്റുള്ളവരുടെയൊക്കെ കടം വാങ്ങിയിട്ടാണ് എൻ്റെ കഴുത്തിലേക്ക് ഇട്ടുന്നത്. ഞാനൊരു പ്രയാസത്തിൽപ്പെട്ട സമയത്ത് എൻ്റെ കൂടെ തോളിലേക്കായിട്ട് നടന്ന ഒരാൾ പോലും ഉണ്ടായില്ല. അന്നേരം ഈ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പടച്ചോനോട് ശുക്രിന്റെ സുജൂദ് ചെയ്തിട്ട് പറഞ്ഞ്, പടച്ചോനെ, ഇന്ന് ഈ ദുനിയാവിലെ ഏറ്റവും സമ്പന്നനെയാണ്. കാരണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ മൊത്തത്തിൽ തളർന്നു കിടക്കുന്ന സമയത്ത് എന്നെ മാറോട് ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു ഭാര്യയെ നീ എനിക്ക് തന്നില്ലേ. ഏറ്റവും കൂടുതൽ ഞാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്നെ സമ്പന്നനാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്റെ ഭാര്യയാണ്. ഓളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കൈ പിടിച്ച് ഉംറക്ക് പോകണമെന്നുള്ളത്. അവിടെ നമ്മൾ പോയി. ശരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ ആ ലൈഫിന്റെ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ശേഷം നമുക്ക് മനസ്സിലാവും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ കൂടെ ഉണ്ടാവുന്നത് സുഹൃത്തുക്കളാണോ അല്ലാന്നുണ്ടെങ്കിൽ മറഹത്തൻ സ്വാലിഹായിട്ടുള്ള ഒരു ഭാര്യയാണെന്നുള്ളത്. പഠിച്ച നമ്മളെ ഭാര്യമാർക്കൊക്കെ റഹ്മത്തും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ.